ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ടുമാറോ പ്രമോ ആണ് വന്നിട്ടുള്ളത്. ഇതിലെ വിക്രമിന് വേണ്ടി വാദിക്കാനുള്ള വക്കീല് വന്നിട്ടില്ല. ഈ വക്കീലിനെ MLA ആൾക്കാർ ബ്ലോക്ക് ചെയ്തതാണെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യത്തില് ദർശനാണ് അയാളെ അവിടുന്ന് മാറ്റിയിട്ട് ദർശൻ വിക്രമിന് വേണ്ടി വാദിക്കാനായിട്ട് വന്നിരിക്കണേ. അങ്ങനെ വിക്രം ഈ സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കേസ് വിളിച്ച് വിക്രമിന് വേണ്ടി ആരും ഹാജരായില്ലേ എന്നിങ്ങനെ ജഡ്ജ് അദ്ദേഹം ചോദിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. സത്യം മനസ്സിലായപ്പോ അയാൾ സ്വയം പിന്മാറിയതായിരിക്കണം യുവർ ഓണർ. എന്നാ ഈ സമയത്ത് വിക്രമിന് വേണ്ടി വാദിക്കാൻ മറ്റൊരാൾ അങ്ങോട്ട് വരികയാണ്. ദർശനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകും. എന്തിന് വിക്രമും വേദയും അവിടെയുള്ള അമ്മയും നന്ദിനിയും ശ്രീജയും എല്ലാവരും. നന്ദിനി വന്നിരിക്കുന്നത് വിക്രത്തിനെ ജയിലിലാക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും പെട്ടെന്ന് ദർശനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കോടതി കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങനെ പുറത്തിരിക്കുക. അപ്പൊ നന്ദിനി പറയും, ഈ ദർശൻ വക്കീൽ വന്നത് മറ്റൊരു കെണിയായിട്ടായിരിക്കോ, വേദ പറഞ്ഞതയച്ചതായിരിക്കോ കൂടുതൽ ശിക്ഷ കിട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും. അമ്മ ദർശനെ കണ്ടപ്പോൾ ഒന്ന് ആശ്വസിച്ചതായിരുന്നു വിക്രം പുറത്തു വരുന്നുള്ളത്. പക്ഷെ നന്ദിനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദർശൻ അങ്ങോട്ട് വരികയാണ്. സാറ് വിക്രമിന് വേണ്ടി ഹാജരാവാൻ കാര്യം എന്താ എന്ന് വെക്കുമ്പോൾ ദർശൻ ഇവരെ നോക്കി ഇങ്ങനെ ചിരിക്കും. അത് കാണുമ്പോൾ നന്ദിനിക്ക് ഒന്നും പറയാനാവുന്നില്ല. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വേദ ദർശനോട് സംസാരിക്കണേ. അങ്ങനെ ദർശൻ എന്തിനാ ഈ കേസ് ഏറ്റെടുത്തത്? അപ്പൊ ദർശൻ അതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണേ. വേദ എന്തിനാ വിക്രമിനെതിരെ മൊഴി കൊടുക്കുന്നത്? അത് ലഭിച്ചു കഴിഞ്ഞാല് വിക്രം ജീവപര്യന്തം കിട്ടും. അതിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമാണ് നഷ്ടമാവുന്നത്. അപ്പൊ വേദ പറയും, ഞാൻ മൊഴി കൊടുക്കാൻ എനിക്ക് എന്റേതായിട്ടുള്ള കാരണമുണ്ട്. അത് കേൾക്കുമ്പോൾ ദർശനും മനസ്സിലാകും വേദയ്ക്ക് മറുപടി പറയാൻ താല്പര്യമില്ലെന്ന്. ദർശൻ പറയും, അതുപോലെ തന്നെ ഈ കേസ് എടുക്കാൻ എനിക്ക് എന്റേതായ കാരണമുണ്ടെന്ന് കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദർശൻ അവിടുന്ന് പോവാണേ. ഈ സമയത്ത് നേരെ MLA മുന്നിലേക്കായിരിക്കും വരിക. MLA ദർശനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. MLAക്ക് എന്തായാലും വിക്രം പുറത്തു വരണം എന്ന് തന്നെയാണല്ലോ. എങ്കിലും ഇവരോടൊക്കെ ദേഷ്യമുണ്ട് വിക്രമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് പോലീസുകാരെ വിക്രത്തിനെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇത് കാണുമ്പോൾ വേദ വിക്രത്തിനോടെല്ലാം തുറന്നു പറയണം എന്ന് വിചാരിച്ചിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലും. CI ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും വേദയുടെ വാക്കുകൾക്ക് മുന്നിൽ സമ്മതിക്കണേ. അങ്ങനെ വേദ വിക്രത്തിനോട് പറയണേ, ഞാൻ ശരിക്കും നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കൂ. വിക്രം ചോദിക്കും, പിന്നെ എന്തിനാണ്? ഈ സമയം വേദ തന്റെ പ്രണയം വിക്രത്തിനോട് പറയോ എന്തെന്നറിയില്ല, ഇഷ്ടം കൊണ്ടാണെന്ന് പറയോന്നൊന്നും അറിയില്ല കേട്ടോ. ആ ഒരു ഇഷ്ടത്തോടെയാണ് വേദ ഇപ്പൊ വിക്രത്തെ നോക്കുന്നത്. തന്റെ ജീവൻ ഒരാപത്തും വരാതെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയാൻ തുടങ്ങുന്ന സമയത്താണോ എന്താണെന്നറിയില്ല, അപ്പൊ അങ്ങോട്ടേക്ക് CI വന്നിട്ട് മതി സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പോവാൻ നേരത്തെ വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് വേദയെ. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ പ്രമോയിലുള്ളത്. ഇതിന്റെ നെക്സ്റ്റ് പ്രമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് കേസിന്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. വേദയെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കേസ് ജയിക്കാനായിട്ട് ദർശൻ പറയും, മറ്റൊരാളായിട്ട് വിവാഹമുറപ്പിച്ച ഈ വേദയെ ബലമായി വിക്രം താലി കെട്ടിയതാണ്. അതിന്റെ ദേഷ്യവും വൈരാഗ്യവും പകയെല്ലാം വേദയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പതാ MLA മകൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് താൻ കണ്ടു എന്ന് കള്ളമൊഴി നൽകാണ് വേദ ശങ്കരനാരായണൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ വേദയും വിക്രമും എന്തിനെ ശങ്കരനാരായണൻ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവിടെയുള്ള അമ്മയും എല്ലാവരും ആകെ ഷോക്കായി പോവാണ് ദർശന്റെ വാക്ക് കേട്ട്. നന്ദിനി അപ്പൊ പറയും, കേട്ടില്ലമ്മേ, ഞാൻ പറഞ്ഞത് എന്തായി? വേദ പക തീർക്കാൻ വേണ്ടി തന്നെ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്, അല്ലാതെ വിക്രമിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ ചാൻസ് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വേദയെ നോക്കുമ്പോ വേദ ഇങ്ങനെ ഞെട്ടലോട് കൂടി അല്ല എന്നിങ്ങനെ പറഞ്ഞ് അവിടെ നിൽക്കണേ. എന്തായാലും വേദയ്ക്ക് ആ മൊഴി ഇപ്പൊ മുഴുവിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതോ വേദ മിണ്ടാതെ നിൽക്കണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഭാഗത്തിലെ വിക്രത്തിന്റെ വിധി ശങ്കരനാരായണൻ പറയുന്നത് കേട്ട് വേദ അങ്ങ് ഞെട്ടിപ്പോകും. ഒരുപക്ഷെ ദർശൻ വാദിച്ചതിലൂടെ വിക്രമിനെ പുറത്തിറങ്ങാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടാവണം. എങ്കിലും പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വിക്രം പുറത്തിറങ്ങിയല്ലോ. ഇനി വിക്രത്തിനെ പുറത്ത് ഇറങ്ങാൻ വേണ്ടി വേദ മൊഴി മാറ്റിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, MLA വാസ്തവന്റെ ആൾക്കാരെ വേദയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇനി ചിലപ്പോ വിക്രം ഇറങ്ങിയതുകൊണ്ട് വേദയെ തട്ടിക്കൊണ്ടുപോയാൽ രക്ഷിക്കാൻ വിക്രം വരുമല്ലോ. അങ്ങനെ വിക്രത്തിനെ ഉപദ്രവിക്കാനാണോ MLA പ്ലാൻ എന്നറിയില്ല. വേദയെ ഒരു ഗോഡൌണിലേക്ക് കൊണ്ടുപോയി നിലത്ത് ഇരുത്തിയിരിക്കണേ. കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കൈ ബാക്കോട്ട് പിടിച്ചാണ് കെട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ വന്നിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ആരാ വരുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്തായാലും ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ വിക്രം തീർച്ചയായിട്ടും വേദയെ രക്ഷിക്കാനായിട്ട് വരും. വരുണിനോടൊപ്പം
MLAക്കും ഒരു സീറ്റ് വിക്രം അവിടെ ബുക്ക് ചെയ്തിട്ടായിരിക്കും വരാൻ പോകുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും വിക്രത്തിന് വേദയോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട്. ഇപ്പൊ വേദയ്ക്ക് അത് പൂർണ്ണമായിട്ടുണ്ടെന്ന് വിക്രം പതിയെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്